എൻ്റെ പേര് ജോഹറ, വെൽനസ് കോച്ചാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് ഒരു പുതിയ ടോപ്പിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ എന്ന് വെച്ചത് നമ്മുടെ ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും അതുപോലെ കോശങ്ങളുടെ നിർമ്മാണത്തിനും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ്. കൊളസ്ട്രോൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ലക്ഷോപലക്ഷം കോശങ്ങളുണ്ട്. ആ ലക്ഷോപലക്ഷം കോശങ്ങളുടെ പുറം പാളി നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് മെയിൻ റോള് ഉള്ളത് എന്താണ്? കൊളസ്ട്രോളിനാണ്. അതുപോലെ നമ്മുടെ ഹോർമോൺ പ്രവർത്തനത്തിന്, നമ്മുടെ രക്തധമനികളുടെ പ്രവർത്തനത്തിന്, ഇത് എല്ലാത്തിനും കൊളസ്ട്രോൾ നമുക്ക് കൂടിയേ തീരത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ ഭയപ്പെടുന്നത്? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പ്രായമായവരിൽ കേട്ടു വരുന്ന ഒരു അസുഖമായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പം അത് ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരിൽ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനും എല്ലാം കാരണം ഒരു പരിധിവരെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് തന്നെയാണ്. ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് വില്ലനാവുന്നത്? കൊളസ്ട്രോൾ കൂടിയാൽ എന്താണ് നമുക്ക് പ്രശ്നം വരുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് പറയാം. കൊളസ്ട്രോൾ എന്നതൊരു വില്ലനാണോ? നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന്, അതായത് കോശങ്ങളുടെ നിർമ്മാണത്തിനും അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും കൊളസ്ട്രോൾ ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ കൂടുതൽ കൊളസ്ട്രോൾ ലെവൽ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ വില്ലൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ രക്തധമനികളിൽ സംഭരിക്കപ്പെടുകയും അതോടുകൂടി നമ്മളെ ബ്ലഡ് ഓട്ടം കുറയുകയും അങ്ങനെയാണ് നമുക്ക് പെട്ടെന്നുള്ള ഹൃദയാഘാതം, പക്ഷാഘാതം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരമുണ്ട്. ഒന്ന് HDL കൊളസ്ട്രോൾ, അതായത് നല്ല കൊളസ്ട്രോളും LDL കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോളും. HDL എന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും LDL എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും. ഈ രണ്ട് കൊളസ്ട്രോൾ ഉണ്ട്. ആ രണ്ട് കൊളസ്ട്രോളിൽ ഒരു കൊളസ്ട്രോൾ, അതായത് LDL ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. HDL കൊളസ്ട്രോൾ ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം കൊളസ്ട്രോൾ ഉണ്ടെന്ന്. അത് ഈ HDL കൊളസ്ട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പടിയാതെ അതിനെ ശുദ്ധീകരിച്ച് അതിനെ കരളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളെ HDL നല്ല കൊളസ്ട്രോൾ ലെവലാണ്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ അമിത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതും ഈ HDL കൊളസ്ട്രോളാണ്. പക്ഷെ നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ് LDL കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോൾ നമ്മളെ ബോഡിക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ഈ LDL കൊളസ്ട്രോൾ സ്റ്റോറായി നിന്നിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ, ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അതെന്ത് ചെയ്യും? അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഹൃദയാഘാതം, സ്ട്രോക്ക്, പക്ഷാഘാതം ഇതൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള LDL കൊളസ്ട്രോൾ ലെവൽ ശരീരത്തിൽ അധികമാവുന്നതാണ്. വേറൊരു ക്വസ്റ്റ്യനാണ് കൊളസ്ട്രോളും ഷുഗറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന്. ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അത് ചീത്ത കൊളസ്ട്രോൾ കൂട്ടാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവരിൽ എന്തായാലും ഷുഗറിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കൊളസ്ട്രോളും ഷുഗറും ഉള്ളവരിൽ ഹൃദയാഘാതത്തിൻ്റെ ചാൻസും വളരെ കൂടുതലാണ്. എങ്ങനെയാണ് നമുക്ക് ഈ കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിച്ച് നിർത്തുന്നത്? നമ്മളൊരു ആരോഗ്യപരമായ ഭക്ഷണശീലവും അതുപോലെ തന്നെ നല്ലൊരു വ്യായാമ രീതി, ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫുഡിൽ നല്ല കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡ് കൂട്ടുക, LDL അടങ്ങിയ ഫുഡ് കുറയ്ക്കുക, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക. ഈ HDL അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ്, നട്ട്സ്, ഫൈബർ, നാരുസത്ത് അടങ്ങിയ ഫുഡ്, ചിയ വിത്തുകൾ ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പക്ഷെ അതുപോലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഫുഡുകൾ, അതുപോലെ പാനീയങ്ങൾ, ഷുഗേഴ്സ് ഇതെല്ലാം നമ്മൾ ഫുഡിൽ നിന്ന് കുറയ്ക്കുക. ഇതൊരു പരിധി വരെ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുതൽ ഒരു പ്രായമായവരിൽ വരെ പെട്ടെന്ന് വരുന്ന അസുഖത്തിനെല്ലാം കാരണം ഈ കൊളസ്ട്രോൾ ലെവലാണ്. നമ്മളെ ബോഡിയിൽ ഇതെല്ലാം ബാലൻസ് ആക്കാൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ശീലമാണ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഡെയിലി ഒരു എക്സസൈസ് ഓറിയൻറ്റേഷൻ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരിക. എന്നും ആരോഗ്യമായിട്ടിരിക്കുക.